അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കാബേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കളറിലെ കാബേജ് മിക്സ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ ചെറിയ പീസാക്കി വേണം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയാണ് കേട്ടോ. അപ്പോൾ സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി അടപ്പ് കൊണ്ട് അടച്ച് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു അരഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ.